പി.വി. അൻവർ ഏതായാലും തൃണമൂൽ കോൺഗ്രസിലൊക്കെ ചേർന്ന് 3 സംസ്ഥാനങ്ങളുടെ കോർഡിനേറ്ററായിട്ട് നിൽക്കുകയാണ്. ഇവിടെയുള്ള ബംഗാളികളുടെ ചുമതലയൊക്കെ ഇനിയിപ്പോൾ പി.വി. അൻവറിനായിരിക്കും എന്ന തരത്തിലുള്ള ട്രോളുകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അൻവറിന്റെ ലക്ഷ്യം എങ്ങനെയെങ്കിലും UDF-ൽ കയറിപ്പറ്റുക എന്നത് തന്നെയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി അതിനു വേണ്ടിയിട്ടാണല്ലോ ശ്രമിക്കുന്നത്. പക്ഷേ അൻവറിന്റെ UDF പ്രവേശനം അത്ര എളുപ്പമാകില്ല, പ്രതിസന്ധിയിലാണ് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അൻവറിന്റെ കയ്യിരിപ്പ് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആ രീതിയിലൊരു അവസ്ഥയിലേക്ക് പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം രാജിവച്ചതിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ VS ജോയിയെക്കുറിച്ചും VS ജോയിയെ സ്ഥാനാർത്ഥിയാണെങ്കിൽ പിൻവലിക്കും, അതേസമയം ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാണെങ്കിൽ പിൻവലിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിഹാസമൊക്കെ നടത്തിയില്ല. അത് കോൺഗ്രസിനുള്ളിൽ വലിയ അമർഷത്തിന് വഴിവെച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിപക്ഷ നേതാവിനോട് മാപ്പൊക്കെ പറഞ്ഞെങ്കിലും അത്ര എളുപ്പമാവില്ല UDF പ്രവേശനം എന്ന വിലയിരുത്തലിലാണുള്ളത്. അത്ര ധൃതി വേണ്ട എന്നാണ് ഇപ്പോൾ മുസ്ലിം ലീഗും സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട്. ലീഗാണല്ലോ ഇപ്പോൾ UDF-ലെ ഒരു അവസാന വാക്കായിട്ട് നിൽക്കുന്നത്. ഏതായാലും സ്വാലിഹ് ചേരുകയാണ് ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് നമ്മളോടൊപ്പം. സ്വാലിഹിൻ്റെയൊക്കെ അടുത്ത പരിചയക്കാരനാണ് ഏതായാലും പി.വി. അൻവർ. സ്വാലി എന്താ പറയുന്നത് നമുക്ക് നോക്കാം. സ്വാലി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നിങ്ങളുടെ നാട്ടുകാരനാകെ കുടുങ്ങി നിൽക്കുകയാണല്ലോ സ്വാലി. ഇപ്പോൾ UDF-ൽ കയറാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. കാരണം ഈ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെ തന്നെ മൂപ്പരങ്ങ് നിശ്ചയിച്ചു കൊടുത്തോടുകൂടി അതൊരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം കോൺഗ്രസിനുള്ളിൽ അത് കുറച്ച് നേതാക്കൾക്കുള്ളിൽ വലിയ അമർഷം ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ തുറന്ന് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും UDF-ൽ കയറുക എന്നതിന് വലിയ കാത്തിരിപ്പ് അൻവറിൻ്റെ മുൻപിൽ ഇനിയും ഉണ്ടാവുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അതിൽ പ്രധാന കാരണം തൃണമൂൽ കോൺഗ്രസിനെ UDF-ൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കോൺഗ്രസുമായി ബന്ധപ്പെട്ട വിഷയം അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ അനുമതി വേണം, ഹൈക്കമാൻഡിൻ്റെ ഒരു തീരുമാനം ഇക്കാര്യത്തിൽ വേണം. അതൊന്നും നിലവിലത്തെ സാഹചര്യങ്ങളിൽ, പ്രത്യേകിച്ച് മമതാ ബാനർജിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ സ്ഥിരം വിമർശകയായ മമതയുമായി ബന്ധപ്പെട്ട വിഷയം അവർ ഇന്ത്യ മുന്നണിയിൽ ഉണ്ടോ അതോ ഇല്ലയോ എന്നതിൽ തന്നെ ഒരു വ്യക്തതയില്ലാത്ത സാഹചര്യം. അങ്ങനെയുള്ള ഒരു കക്ഷിയെ UDF-ൽ എടുക്കുന്നതിന് കോൺഗ്രസിന് സംഘടനാപരമായ ചില പ്രശ്നങ്ങളുണ്ട്. അതിന് പുറമെയാണ് നിലവിൽ കേരളത്തിലുണ്ടാവുന്ന മറ്റു പ്രശ്നങ്ങൾ. ഘടകകക്ഷികൾക്കിടയിൽ അൻവറിനെ ഒരു കാലത്തും മുന്നണിയിൽ എടുക്കരുത് എന്ന് നിർബന്ധമുള്ളവർ, അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ ഒരു നിലപാടൊന്നും പറയാത്ത കക്ഷികളെല്ലാം തന്നെ UDF-ലുണ്ട്. മുസ്ലിം ലീഗ് ആകട്ടെ ഇതിൽ ഒരു ധൃതിയും കാണിക്കേണ്ടതില്ല എന്നൊരു നിലപാട് തുടക്കത്തിൽ തന്നെ സ്വീകരിച്ചു വരുന്നു. മുസ്ലിം ലീഗായിട്ട് ഇക്കാര്യം ഒരു ചർച്ചയ്ക്ക് തുടക്കമിടുകയുമില്ല. UDF എടുക്കുന്ന ഒരു പൊതു തീരുമാനത്തിൻ്റെ ഒപ്പം നിൽക്കാമെന്ന ഒരു നിലപാട് മുസ്ലിം ലീഗ് സ്വീകരിച്ചിട്ടുണ്ട്. അതിനിടെയാണ് UDF-ന് ഒരു നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇത്തരത്തിൽ VS ജോയിയെ പിന്തുണച്ച് ആര്യാടൻ ഷൗക്കത്തിനെ പരിഹസിച്ച് നടത്തിയ പരാമർശം ഇത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പക്വതയെ ചോദ്യം ചെയ്യുന്ന ഒന്നായി എന്ന് മുസ്ലിം ലീഗ് വിലയിരുത്തുന്നു. ഇങ്ങനെ ഒരാളെ കൊണ്ടുവരുന്നത് വളരെ കരുതലോടെ വേണം. അതോടൊപ്പം തന്നെ ശശിക്കെതിരായ അദ്ദേഹം നടത്തിയ ആരോപണം ഇക്കാര്യത്തിൽ ഇതൊരു രാഷ്ട്രീയ കൗശലം മാത്രമാണെന്ന ഒരു വിലയിരുത്തൽ പൊതുവിൽ UDF നേതാക്കൾക്കിടയിൽ, കോൺഗ്രസ് നേതാക്കൾക്കിടയിലുണ്ട്. രമേശ് ചെന്നിത്തലയും K സുധാകരനുമാണ് അദ്ദേഹത്തോട് ഒരു അനുഭാവ സമീപനം ഇടതുമുന്നണിയിൽ നിന്ന് പുറത്താക്കിയപ്പോഴെല്ലാം സ്വീകരിച്ചു വന്നിരുന്നത്. പക്ഷേ അവർ പോലും നിലവിൽ ഇക്കാര്യങ്ങൾക്കിടയിൽ മറ്റുള്ളവരെ, VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നത് കേൾക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അൻവർ തന്നെ കൊണ്ടുപോയി എത്തിച്ചിരിക്കുന്നു എന്നതാണ് കൗതുകകരമായ കാര്യം. മനു, ഇതിനിടയിൽ വളരെ രസകരമായ ഒരു കാര്യം, ഒരു കമന്റ് ഞാൻ കേട്ടു സ്വാലി. അതായത് സാധാരണഗതിയിൽ ബംഗാളികൾ ജോലി തേടി അവിടുന്ന് കേരളത്തിലേക്കാണ് വരുന്നത്. ഇത് ഇവിടുന്ന് പണി തേടി ബംഗാളിലേക്ക് പോയ ആദ്യ ആളായി പി.വി. അൻവറിനെ ചരിത്രം രേഖപ്പെടുത്തുമോ എന്ന് നമ്മുടെ ചില സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെയുണ്ടോ? ഉള്ള പണിയും കൂടെ പോകുന്ന ലക്ഷണമാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു DMK-യുമായി മുന്നണിയിൽ ചേരാൻ അദ്ദേഹം ആദ്യ ഒരു ശ്രമം നടത്തിയത്, അതിന് പിന്നാലെ മുസ്ലിം ലീഗിൽ ചേരാൻ ഒരു ശ്രമം നടത്തി, അതിന് പിന്നാലെ കോൺഗ്രസിൽ ചേരാൻ ഒരു ശ്രമം നടത്തി. ഈ ഘട്ടത്തിൽ അൻവർ നടത്തിയ ഒരു ശ്രമം ഏതെങ്കിലും ഒരു പാർട്ടിയിൽ കയറുക എന്നതായിരുന്നു. ആ ഘട്ടത്തിലാണ് ഈ തൃണമൂൽ കോൺഗ്രസുമായുള്ള ഒരു ചർച്ച നടക്കുന്നത്. കൊല്ലത്തുള്ള ഒരു വ്യവസായിയുമായി ബന്ധപ്പെട്ട് ഇടനിലക്കാരനായി ബന്ധപ്പെട്ട് നടത്തിയ നീക്കുപോക്കുകളാണ് ഈ തൃണമൂലുമായി
അൻവറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തുടക്കം കുറിക്കുന്നത്. എന്നാൽ UDF-ൽ പിന്നീടാണ് UDF-ൽ കയറുക എന്ന ഒരു ലക്ഷ്യം അദ്ദേഹത്തിൻ്റെ മുൻപിൽ വരുന്നത്. അതുവരെ നമുക്കറിയാം കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ നെക്സസ് പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് UDF-ലെ ഓരോ ഘടകകക്ഷികളെയും PK കുഞ്ഞാലിക്കുട്ടിയുടെയൊക്കെ പേരെടുത്ത് നടത്തിയ വിമർശനങ്ങൾ ഈ ഇടതുമുന്നണിയിൽ നിന്ന് പുറത്താകുന്ന ഘട്ടം വരെ പുറത്തായതിനു ശേഷവും അദ്ദേഹം നടത്തിയിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രിയോറിറ്റി UDF-ൽ കയറുക എന്നായി. പക്ഷേ ഇതിനിടയിൽ അദ്ദേഹം തൃണമൂലിൽ പോകേണ്ട ഒരു സാഹചര്യവും വന്നു. തൃണമൂൽ കോൺഗ്രസിൻ്റെ അംഗത്വം എടുത്തതോടുകൂടെ UDF-ൽ ഉള്ള സാധ്യതകൾ പൂർണ്ണമായി ഇല്ലാതായിപ്പോയ ഒരു സാഹചര്യം തന്നെയാണ് അൻവറിൻ്റെ മുൻപിൽ ഇപ്പോഴുള്ളത്. മനു, ശരി, നോക്കാം. ഏതായാലും അൻവറിന്റെ ഭാവി എന്താകുമെന്നാണ് നമ്മുടെ ക്യാപ്ഷനായി തന്നെ ചോദിച്ചിരിക്കുന്നത്. അൻവറിന്റെ ഭാവി ഭൂതമാകുമോ എന്നാണ് ഇനിയിപ്പോൾ കാത്തിരുന്ന് കാണേണ്ടത്. നമുക്ക് നോക്കാം. സ്വാലി, ഓക്കെ, താങ്ക് യു. സ്വാലിഹാണ് ഈ വിവരങ്ങൾ നൽകിയത്.